PM ശ്രീ പദ്ധതിയിൽ സ്കൂളുകളുടെ ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് കൈമാറില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നടപടികളിലേക്ക് കടക്കേണ്ട എന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. ആദ്യഘട്ട പ്രപ്പോസൽ ഇന്ന് സമർപ്പിക്കും. മീഡിയ വൺ എക്സ്ക്ലൂസീവ് വിവരങ്ങൾ നൽകാനായി വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, നമുക്കറിയാം അതിവേഗത്തിൽ തന്നെ ഈ ഒരു ധാരണയുമായി മുന്നോട്ട് പോകുന്നു സംസ്ഥാനം എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അതുപോലെ ഈ സ്കൂളുകളുടെ പട്ടികയൊക്കെ തയ്യാറായിട്ടുണ്ട് ഓൾറെഡി എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രപ്പോസൽ മുന്നോട്ട് വെക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്? ഈ CPIയുടെ എതിർപ്പ്, മറ്റു വിവാദങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണോ? അമൃത, മന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ തന്ത്രപരമായ തീരുമാനം എന്നുള്ളത് ആ തന്ത്രപരമായ തീരുമാനത്തിലേക്ക് തന്നെ സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അതായത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചെങ്കിലും PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും നീക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നു. നിലവിൽ എന്തായാലും SSKയുടെ ഫണ്ട് ഉൾപ്പെടെയുള്ളവ വാങ്ങിയെടുക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്ദേശം. അതുതന്നെയാണ് മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. അതേ നിലപാടിലേക്ക് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ എത്തിയിരിക്കുന്നു. അതായത് നിലവിൽ ഈ ബ്ലോക്ക് തലത്തിൽ 2 സ്കൂളുകളെ ആണ് ഈ PM ശ്രീ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. അതിന്റെ ലിസ്റ്റും പ്രപ്പോസലും ഒക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. ഏതൊക്കെ സ്കൂളുകളെ തിരഞ്ഞെടുക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട്, പട്ടിക സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം നടപടികളിലേക്ക് ഒന്നും കടക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അവർ പറയുന്നത്, അതായത് ഈ പദ്ധതി അവസാനിക്കാൻ 5 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് PM ശ്രീ എന്ന് പറയുന്നത്. ഈ പദ്ധതി അവസാനിക്കാൻ ഇനി ആകെയുള്ളത് 1 വർഷത്തിൽ കുറവ് മാസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ 2027 മാർച്ചിൽ അവസാനിക്കുന്നതാണ് പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആദ്യഘട്ടം മുതൽ ഒരു പ്രപ്പോസലിലേക്കും അതുമായി ബന്ധപ്പെട്ട പട്ടിക തയ്യാറാക്കുന്ന നടപടികളിലേക്കും ഒക്കെ കടന്നാൽ അത് എവിടെയും എത്തില്ല എന്നുള്ളത് അറിയാം വിദ്യാഭ്യാസ വകുപ്പിന് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിൽ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് മറ്റ് ഫണ്ടുകൾ, തടഞ്ഞുവെച്ച മറ്റ് ഫണ്ടുകൾ വാങ്ങിയെടുക്കുക എന്നുള്ള അത്തരം നടപടികൾ, അത്തരമൊരു തന്ത്രപരമായ നീക്കം തന്നെയാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. അതിൽ പ്രധാനമായും അമൃത സൂചിപ്പിച്ചതുപോലെ CPIയുടെ എതിർപ്പ് പ്രധാനമാണ്. കാരണം ഇത്രയും വലിയൊരു പ്രതിഷേധം, എതിർപ്പ് ഒക്കെ CPI രേഖപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. LDFൽ പലതവണ CPMനെ സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടുകൾ CPI സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു പരസ്യമായ തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് ഒക്കെയാണ് കാര്യങ്ങൾ എത്തിയത്. ഇതെന്ത് സർക്കാർ എന്നൊക്കെ ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളം പോലുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സർക്കാർ, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവും കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടത്തിന് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തെ ഈ പദ്ധതിയിൽ എത്തിച്ചു, അതിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ള രാഷ്ട്രീയമായ വിജയം നേടി എന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ നിലവിൽ കണക്കുകൂട്ടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2 പേരും തന്ത്രപരമായ നീക്കം തന്നെ നടത്തുന്നു എന്ന് വേണം ഒരുപക്ഷെ മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ഈ ആശങ്ക നിലനിൽക്കുന്നത് വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ PM ശ്രീയുടെ അത്തരം നയം നടപ്പിലാക്കുന്ന നടപടികളിലേക്ക് എവിടേക്കും പോകുന്നില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. SSKയുടെ ഫണ്ട് ലഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രപ്പോസൽ സമർപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ നടപടികൾ ഒക്കെ നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ഏകദേശം 971 കോടി രൂപയാണ് SSK ഫണ്ടിൽ ആദ്യ ഗഡുവായി ലഭിക്കേണ്ടത്. അതിനുള്ള പ്രപ്പോസലാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ട് അയക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിലവിൽ. അപ്പോൾ അതിനെ ഒരു തന്ത്രപരമായ നീക്കമായി കാണാം. 971 കോടി SSK ഫണ്ടിന് കിട്ടാനുള്ളത് മേടിച്ചെടുക്കാനുള്ള ഒരു വഴിയായിട്ട് അത് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, നമ്മൾ കണ്ടിരുന്നു. ഇനിയിപ്പോൾ CPIയുടെ ഈ എതിർപ്പ്, CPIയുടെ ഇപ്പോഴത്തെ വിഷമം, അത് അവരുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുറെ കൂടി കടുപ്പിച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ 16-ാം തീയതി തത്വത്തിൽ ഇതിന്റെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. 22-ാം തീയതി ഒരു മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നു, അവിടെ അത് അറിയിച്ചില്ല. എന്ന് വെച്ചാൽ മന്ത്രിസഭയെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തി, CPIയെയും ഇരുട്ടിൽ നിർത്തി. അപ്പോൾ അവരുടെ മുറിവ് വലുതാണ്. അതിപ്പോൾ അജിയാർ അനിലും ബിനോയ് വിശ്വവും P സന്തോഷ് കുമാർ അടക്കമുള്ള നേതാക്കളൊക്കെ ഇന്നലെ വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇനി ഒരു അനുനയ നീക്കം, CPIയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ നിവൃത്തികേടിന്റെയും ഈ പ്രായോഗികതയുടെയും ഒക്കെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെയും ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമുണ്ട്. അതാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇപ്പോൾ MV ഗോവിന്ദനോട് ഒരു തവണ ഈ വിഷയമൊക്കെ സൂചിപ്പിച്ചതാണ്. MV ഗോവിന്ദൻ ഒരു ഉറപ്പ് കൊടുത്തതുമാണ്. പക്ഷെ ആ ഉറപ്പിനൊരു വിലയും ഇതുവരെ ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഇനിയുള്ള അനുനയ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? CPIയുടെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും വിജയൻ? സൈഫുദ്ദീൻ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPI. ഇന്നലെ നമ്മളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്നലെ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിനിടയിൽ MV ഗോവിന്ദൻ ബിനോയ് വിശ്വവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇത്തരത്തിലാണ് നിലപാട് എന്ന കാര്യം വിശദീകരിച്ചു. ഇന്നലെ രാവിലെ തന്നെ ഈ MOU ഒപ്പിട്ടതിന്റെ പകർപ്പ് അത് CPIഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള ആളുകൾ ഒക്കെ എത്തിച്ചിരുന്നു. അത് പൂർണ്ണമായും പരിശോധിച്ച ശേഷം MV ഗോവിന്ദനാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യത്തിൽ CPIഎമ്മിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ CPIയെ ഇക്കാര്യത്തിൽ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ശേഷം ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ കടുത്ത പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ MV ഗോവിന്ദൻ സംസാരിച്ചിട്ട് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് CPI എടുക്കുന്ന നിലപാട്. ഇന്ന് ജനയുഗത്തിൽ ഉൾപ്പെടെ ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്ന് രാത്രിയോടുകൂടിയാണ് ഗൾഫ് സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഒരു അനുനയ നീക്കത്തിലേക്ക് കടക്കാനാണ് നിലവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ആ മുഖ്യമന്ത്രിയാണ് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ LDF കൺവീനറും MV ജയരാജൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുമുണ്ട്. CPIയെ ഏത് തരത്തിലും അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. 27-ാം തീയതിയാണ് അവർ ഡെഡ് ലൈനായി നൽകിയിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ, എന്ത് നടപടിയിലേക്ക് കടക്കണം, ഈ വിമർശനമൊക്കെ ഉന്നയിക്കുകയും എതിർപ്പ് പരസ്യമാക്കുകയും ഇതെന്ത് സർക്കാർ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും CPI ഇപ്പോഴും LDFന്റെ ഭാഗമായി മന്ത്രിസഭയുടെ ഭാഗമായി തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം പണ്ട് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് തോമസ് കെ തോമസിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPI മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും LDFനെ പ്രതിരോധത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്ന കടുത്ത നിലപാടിലേക്ക് പോയിരുന്നു. പക്ഷേ അത്തരമൊരു നിലപാടിലേക്ക് ഒന്നും CPI എതിർപ്പറിയിച്ചുമ്പോഴും വലിയ പ്രതിഷേധം ഉയർത്തുമ്പോഴും പക്ഷേ അത്തരമൊരു നിലപാടിലേക്ക് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം കടന്നിട്ടില്ല. 27-ാം തീയതി ആലപ്പുഴയിൽ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗമാണ് ഇക്കാര്യത്തിലുള്ള തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ബിനോയ് വിശ്വത്തിന്റെ വ്യക്തമാക്കിയത്. അതിനിടെ ഇന്ന് രാത്രിയോടെ എത്തുന്ന മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ ഫോണിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരികെ എത്തിയ ശേഷം ആശയവിനിമയം നടത്തുകയോ ഒക്കെയാണ് ചെയ്യുക. അതിനിടയിൽ തന്നെ ഈ MV ജയരാജനും LDF കൺവീനറും ചേർന്ന് ബിനോയ് വിശ്വവുമായും പ്രധാന നേതാക്കളുമായും ഒപ്പം തന്നെ CPIയുടെ മന്ത്രിമാരുമായും ഒക്കെ ചർച്ച നടത്താനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറണം എന്നുള്ളതാണ് CPIയുടെ നിലപാട്. പക്ഷേ അത് ഇനി നടക്കുന്ന കാര്യമില്ല. കാരണം കേന്ദ്രത്തിന് മാത്രമേ ഇങ്ങനെയൊരു MOU ഒപ്പിട്ടാൽ അതിൽ നിന്ന് പിന്മാറാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് അതിന്റെ ബൈലോയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അറിയേണ്ടത് MOU ഒപ്പിട്ട സ്ഥിതിക്ക് പദ്ധതിയിൽ നിന്ന് എന്തായാലും ഒരു പിന്മാറ്റം ഉണ്ടാകില്ല. പക്ഷേ നയപരമായ ഇത്തരം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് CPIക്ക് നൽകി അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. നമ്മൾ നേരത്തെ നൽകിയ വാർത്ത പ്രകാരം ഒരു തരത്തിലും PM ശ്രീയിലെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്നാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കുന്നത്. അത്തരം നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ CPIയെ ബോധ്യപ്പെടുത്താനൊരു നീക്കം നടത്തും. എന്തായാലും LDF യോഗം 26-ാം തീയതി ചേരാനാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം 27-ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് മുമ്പ് കൊച്ചിയിൽ LDFന്റെ യോഗം ചേരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് അർദ്ധരാത്രിയോടുകൂടി മുഖ്യമന്ത്രി കൊച്ചിക്കാണ് എത്തുന്നത്. മുഖ്യമന്ത്രിക്ക് കൊച്ചിയിലും തൃശ്ശൂരിലും ആലപ്പുഴയിലും ഒക്കെ ആയിട്ടാണ് പല പരിപാടികളുള്ളത്. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് LDF യോഗം ചേരുകയും മുന്നണി സംവിധാനത്തിൽ മറ്റ് ഘടകകക്ഷികളെ ഇക്കാര്യത്തിൽ ഈ PM ശ്രീയിൽ ചേരാൻ ഉണ്ടായ സാഹചര്യം വിശദീകരിക്കുകയും ചെയ്യും മുഖ്യമന്ത്രി. അതിന്റെ ഈ പറഞ്ഞ തന്ത്രപരമായ നീക്കങ്ങൾ ഉൾപ്പെടെ അതിൽ അറിയിക്കുകയും ചെയ്യും. ഉസ്താൻ പറയുന്നുണ്ട് PM ശ്രീ ഫണ്ട് ഏതെല്ലാം സ്കൂളുകൾക്ക് ആരുടെയെല്ലാം പോക്കറ്റിലേക്ക് എന്ന വ്യക്തമായ ധാരണയിലെത്താനായാൽ CPM CPI കക്ഷികളുടെ തർക്കം തീരുമോ എന്ന്.